കുവൈത്തിൽ നിന്നും കൊച്ചിയിലെത്തി കാണാതായ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയ്ക്കായുള്ള അന്വേഷണത്തിന് മകൻ സന്തോൺ ലാമ വീണ്ടും കൊച്ചിയിലെത്തി. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയ സന്തോൺ ലാമ പോലീസിനും എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കളമശ്ശേരി HMDക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹം പിതാവിൻ്റെതാണോ എന്നുറപ്പിക്കാൻ DNA പരിശോധന ആവശ്യമെന്നും സന്തോൺ ലാമ പറയുകയാണ്. If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go? How can that happen? It's not that I don't trust them. It's just that they have shown their lack of responsibility so far. It's called due negligence in English. നിതിൻ അംബുജൻ വിവരങ്ങൾ. നിതിൻ, നേരത്തെ ഇവിടുത്തെ സിസ്റ്റം പ്രശ്നത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് സന്തോൺ ലാമ കൂടി ആ സിസ്റ്റം പ്രശ്നത്തെപ്പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ആ സിസ്റ്റം തകരാറിനെ പറ്റി അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരച്ഛനെ പറ്റി, കാണാതായ ഒരച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു മകൻ്റെ വേദന എന്നുള്ളതിലേക്ക് അദ്ദേഹം പറയുന്നത് വലിയ വലിയ സങ്കടം ഉണ്ടാക്കുന്നതും വലിയ രോഷം ഉണ്ടാക്കുന്നതും കാര്യങ്ങളാണ്. ഇനി അതിലേറ്റവും പ്രധാനം ഇത് സൂരജ് ലാമയുടെ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. നിതിൻ, ഹാഷ്മി, എന്തായാലും വലിയ വേദനയോടുകൂടി തന്നെയാണ് സൂരജ് ലാമയുടെ മകൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്പം രോക്ഷവും അത് പ്രതികരണത്തിൽ വ്യക്തമാണ്. കാരണം സൂരജ് ലാമയുടെ മൃതദേഹമാണോ എന്ന കാര്യത്തിൽ ഇതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷമാണ് DNA പരിശോധന നടക്കുക. അത് പിന്നീട് മാത്രമേ ഇത് ആരുടെ മൃതദേഹം എന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇതിൽ DNA പരിശോധന നടത്താം എന്നൊരു കാര്യം തന്നെ സൂരജ് ലാമയുടെ മകനും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ കൊച്ചിയിലെത്തിയ സൂരജ് ലാമയുടെ തിരോധാന കേസിൽ അതിൽ പ്രധാനമായും പോലീസിനെതിരെയും കൂടാതെ എറണാകുളം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പിതാവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞയച്ചതെന്നാണ് സാൻഡൻ ലാമ പറഞ്ഞിരിക്കുന്നത്. മൊത്തം സിസ്റ്റത്തിൽ, അതായത് ഔദ്യോഗിക സംവിധാനങ്ങളുടെ എല്ലാം വീഴ്ചയായിട്ടാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയാണോ കേരളത്തിലേക്ക് ഒരാൾ വന്നാൽ മെഡിക്കൽ കോളേജും പോലീസും കൈകാര്യം ചെയ്യേണ്ടെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ അസുഖഭേദമായിട്ടാണ് വിട്ടയച്ചതെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതായി സൂരജ് ലാമയുടെ മകൻ പറയുന്നത്. പക്ഷേ വിഷമതയെ തുടർന്ന് ഓർമ്മശക്തിയും സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാളുടെ അസുഖം എങ്ങനെ ഭേദമാകുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യാപകമായ പരിശോധന ഈ മൃതദേഹം കണ്ട പരിസരത്തൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം SITയുടെ എല്ലാം തന്നെ ഒരു അന്വേഷണത്തിലും ഫയർഫോഴ്സിനടക്കം തന്നെ നടത്തിയ പരിശോധനയിലാണ് HMDക്ക് സമീപം ഇന്നലെ ഇത്തരമൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 1.5 മാസത്തെ പഴക്കമുണ്ട്. പക്ഷേ സൂരജ് ലാമ അവസാന നിമിഷം ധരിച്ച വസ്ത്രങ്ങൾക്ക് സമാനമായ വസ്ത്രം ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ചിരുന്നു. അതാണ് പോലീസിനെ ഈ ഒരു സംശയത്തിലേക്ക് എത്തിച്ചത്. മാത്രമല്ല NIA ഓഫീസിന് സമീപത്ത് വെച്ചാണ് സൂരജ് ലാമയെ അവസാനമായി കണ്ടത്. ഇതൊക്കെ നടത്തിയ ഒരു പരിശോധനയിലാണ് HMDക്ക് സമീപത്തിലും മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് സൂരജ് ലാമയാണെന്ന സംശയം ഉയരുകയും ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ഇന്ന് നടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് ഇന്നിപ്പോൾ മകൻ ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. DNA അടക്കമുള്ള പരിശോധന നടപടികൾക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പോലീസിനെയും അതോടൊപ്പം തന്നെ എയർപോർട്ട് അധികൃതർക്കും കൂടാതെ മെഡിക്കൽ കോളേജ് അധികൃതർക്കും വേണ്ടി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ ഹൈക്കോടതിയെ സമീപിക്കാൻ വീണ്ടും ഒരുങ്ങുമെന്നാണ് ഇപ്പോൾ സൂരജ് ലാമയുടെ മകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് അതേ ചോദ്യങ്ങൾ തന്നെ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതി ചോദിക്കുന്ന അസ്വസ്ഥപ്പെടുന്ന വിവരമെന്ന് കോടതി പറയുകയാണ്. അവസാന CCTV ദൃശ്യം ലഭിച്ച പരിസരത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ആരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് കോടതി ചോദിക്കുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തല്ലേ ലാമയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു. അതിൽ മഹസ്ര എഴുതിയിട്ടില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. പൂർണ്ണ വിവരം വേണം എന്ന് കോടതി പറയുകയാണ്. ലാമ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് കോടതി ഉള്ളത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നു. DNA പരിശോധന പെട്ടെന്ന് പൂർത്തിയാക്കാൻ നിർദ്ദേശമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.